ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ടാക്സ് കമ്പ്യൂട്ടേഷൻ ആയിരുന്നു അല്ലേ. ബേസിക് ഓൾഡ് റിജൈമിലെ ടാക്സ് കാൽക്കുലേഷൻസ് ഒക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നമുക്കൊരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്ക് അതിലോട്ട് പോകാം. ദറ്റ് ഈസ് സർചാർജ്. ഓക്കെ, സോ സർചാർജ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് സർചാർജ് എന്നുള്ളത്. സർചാർജ് ഈസ് എ ടാക്സ് ഓൺ ടാക്സ് അല്ലേ, ഒരു അഡീഷണൽ ടാക്സ് ആണ്. അപ്പോൾ എല്ലാ പേഴ്സൺസും അല്ലെങ്കിൽ അല്ലെങ്കിൽ എത്ര ഇൻകമുള്ള ആൾക്ക്, എത്ര ചെറുതാണെങ്കിൽ വലുതാണ്, എല്ലാവർക്കും സർചാർജ് ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. സർചാർജ് ഈസ് എൻ അഡീഷണൽ ടാക്സ് ആരമുള്ളൊരു സൂപ്പർ റിച്ച് പേഴ്സൺസ്. ഓക്കെ, അത്ര ഒരു പർട്ടിക്കുലർ ലെവൽ ഓഫ് ഇൻകത്തിന് മുകളിലുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് വരുന്നുള്ളൂ, സർചാർജ് വരുന്നുള്ളൂ. നോക്കാം. സോ സർചാർജ് ഈസ് എൻ അഡീഷണൽ ടാക്സ് പേയബിൾ ആണ് ഓവർ ആൻഡ് എബോവ് ദ നോർമൽ ഇൻകം ടാക്സ്. ഓക്കെ, അത് കൂടാതെ നോർമൽ ഇൻകം ടാക്സ് കൂടാതെ അഡീഷണൽ ആയിട്ട് പേ ചെയ്യണം. സോ ഇത് ലെവി ചെയ്യുന്നത്, സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിൻ്റെ മുകളിലാണ്? ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണോ? അല്ല, നോർമൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്? ടാക്സബിൾ ഇൻകം അല്ലെങ്കിൽ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലാണ്. വേറസ് സർചാർജ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ഇൻകം ടാക്സ്. ഓക്കെ, സോ ഇൻകം ടാക്സിൻ്റെ മുകളിൽ ഒരു പർട്ടിക്കുലർ പെർസെൻറ്റേജ് ആണ്. ഈ പർട്ടിക്കുലർ പെർസെൻറ്റേജ് ഫ്ലാറ്റ് റേറ്റ് ആയിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്മൾ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റ് ആണെങ്കിൽ സർചാർജ് ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദി ഫ്ലാറ്റ് റേറ്റ്. ഓക്കെ, കാരണം സർചാർജിലും ഡിഫറെൻറ്റ് ലെവൽസ് ഉണ്ട്. അപ്പോൾ അത് പർട്ടിക്കുലർ ലെവലിന് മുകളിൽ തൊട്ട് താഴെ വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് തൽക്കാലം മനസ്സിലാക്കുക. സർചാർജ് ഈസ് എ ഫ്ലാറ്റ് റേറ്റ്. ഓക്കെ, ഇനി ഇൻകം ടാക്സ് ഷാൾ ബി ഇൻക്രീസ്ഡ് ബൈ സർചാർജ്. ഇറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് എ ടാക്സ്. അത് ഇൻകം ടാക്സിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സോ അഡീഷണൽ ടാക്സ് ആണെന്ന് മാത്രം. സോ നോക്കാം. സപ്പോസ് ഒരു ടോട്ടൽ ഇൻകം ഓഫ് എൻ ഇൻഡിവിജ്വൽ HUF, AOP, BOI, AJP. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്ലാബ് റേറ്റ് അപ്ലിക്കബിൾ ആവുന്ന ഔട്ട് ഓഫ് 7 പേഴ്സൺസ് 4 ടൈപ്പ് ആൾക്കാർക്കാണ് നമുക്ക് എന്ത് വരും, 4 പേഴ്സൺസിനാണ് നമുക്ക് സ്ലാബ് റേറ്റ് വരുന്നത്. ആരൊക്കെയായിരുന്നു? ഇൻഡിവിജ്വലും, HUF, AOP, BOI, ദെൻ AJP അല്ലേ. ദെൻ ഈ 4 പേരുടെ ടോട്ടൽ ഇൻകം ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിൽ പോവുകയാണെങ്കിൽ സർചാർജ് എന്താവും, അപ്ലിക്കബിൾ ആവും. സോ ടോട്ടൽ ഇൻകം ഈസ് അപ് ടു 50 ലാക്ക് ആണെങ്കിൽ നിങ്ങൾ സൂപ്പർ റിച്ച് ആയിട്ട് എന്തെന്നില്ല കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർചാർജ് ഈസ് നിൽ. തൽക്കാലം ഈ ഒരു ന്യൂ റിജൈം തൽക്കാലം വിട്ടേക്കാം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ന്യൂ റിജൈമിലെ ടാക്സ് റേറ്റുകൾ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രം സർചാർജിലോട്ട് വരാം. നമ്മളിപ്പോൾ ഓൾറെഡി ഓൾഡ് റിജൈം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഓൾഡ് റിജൈമിലെ ടാക്സ് റേറ്റ്, സർചാർജ് റേറ്റുകൾ മാത്രം നോക്കാം. അപ്പോൾ ടോട്ടൽ ഇൻകം ഈസ് അപ് ടു 50 ലാക്സ് ആണെങ്കിൽ then your surcharge will be എന്തായിരിക്കും, നില്ലായിരിക്കും. ദറ്റ് ഈസ് യു ആർ നോട്ട് കൺസിഡർഡ് ആസ് എ സൂപ്പർ റിച്ച്. ദെൻ സപ്പോസ് നിങ്ങളുടെ ടോട്ടൽ ഇൻകം 50 ലാക്സിന് മുകളിൽ 1 CR വരെയാണെങ്കിൽ, 1 കോടി വരെയാണെങ്കിൽ, ദെൻ എത്രയാണോ നിങ്ങളുടെ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലുള്ള ഇൻകം ടാക്സ്, ദെൻ അതിൻ്റെ മുകളിൽ 10% എന്ത് വരും, സർചാർജ് വരും. ഓക്കെ, അപ്പോൾ ഇൻകം ടാക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ മുകളിൽ 10% എന്ത് വരും, സർചാർജ് വരും. നിങ്ങളുടെ ടോട്ടൽ ഇൻകം 50 ലാക്സിന് മുകളിലും ഓക്കെ 1 CR വരെ അപ് ടു 1 crore വരെയാണെങ്കിൽ, ദെൻ 1 crore മുകളിലാണെന്ന് വിചാരിക്കുക. ദെൻ ടോട്ടൽ ഇൻകം ഈസ് 1 crore മുകളിലാണ്. ദെൻ അപ് ടു വരെ 2 crore ആണെങ്കിൽ ദെൻ യുവർ സർചാർജ് വിൽ ബി 15. 10ൽ നിന്ന് 10 കഴിഞ്ഞാൽ നേരെ ഇതിലോട്ടാവും 15 ആവും. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോർമൽ ഇൻകം ടാക്സ് സ്ലാബ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ന് ആലോചിക്കുക. ഇപ്പോൾ 1 കോടി വരുമാനമുള്ള ആൾക്ക് നമ്മൾ എങ്ങനെയായിരിക്കും, അയാൾക്കും 2.5 ലക്ഷം രൂപ എന്ത് കിട്ടും, ബേസിക് എക്സംഷൻ കിട്ടും. പിന്നെ 2.5 ലക്ഷം രൂപ മുതൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് 5%, 5-ന് മുകളിൽ 10 ലക്ഷം വരെ നമുക്ക് 20%, 10 ലക്ഷത്തിന് മുകളിൽ 30%, അങ്ങനെയല്ലേ. ഇനി ഇവിടെ നമുക്ക് ഒരാൾക്ക് ഒരു 1.5 കോടി രൂപ, എനിക്ക് 1 കോടിക്ക് മുകളിൽ 2 കോടിക്ക് ഇടയിൽ ഫോർ എക്സാമ്പിൾ 1.5 CR ആണ് ഒരാളുടെ ടോട്ടൽ ഇൻകം എന്ന് വിചാരിക്കാം. അദ്ദേഹത്തിന് സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ, സോ 1 കോടി ആദ്യത്തെ 50 ലക്ഷം വരെയുള്ള ഇൻകത്തിന് എന്തില്ല, സർചാർജ് ഇല്ല. കാരണം 50 ലക്ഷം വരെ സർചാർജിന് ഇല്ലാണല്ലോ. 50 ലക്ഷം കഴിഞ്ഞ് 1 കോടി വരെ സർചാർജ് 10%, then 1 കോടി മുതൽ 1.5 കോടി വരെ സർചാർജ് 15%, അങ്ങനെയാണോ? അല്ല. അതാണ് നമ്മൾ നേരത്തെ എന്ത് പറഞ്ഞു, സർചാർജ് എന്താണെന്ന് പറഞ്ഞത്, ഫ്ലാറ്റ് റേറ്റ് ആണെന്ന് പറഞ്ഞത്. സർചാർജ് എന്തല്ല, സ്ലാബ് റേറ്റ് അല്ല. നിങ്ങളുടെ ഇൻകം ആ ഒരു ലെവലിന് മുകളിലാണോ, അതിന് എത്രയാണോ ടാക്സ് അതിൻ്റെ മുകളിൽ ആ സ്ലാബിൽ വരുന്ന റേറ്റ് ഉണ്ടല്ലോ, അത് ഫ്ലാറ്റ് മുഴുവനായിട്ട് ആ ഇൻകം ടാക്സിൻ്റെ മുകളിൽ ഡയറക്റ്റ് ആ റേറ്റ് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. സോ ജസ്റ്റ് ഇപ്പോൾ പറഞ്ഞൊന്ന് മനസ്സിലാക്കുക. ന്യൂമറിക്കൽസ് വരുമ്പോൾ അത് 100% ക്ലിയർ ആവും. ഓക്കെ, യെസ്. അപ്പോൾ 1 crore മുകളിൽ 2 crore വരെ എത്രയാണ്, 15%. ജസ്റ്റ് ആ ഒരു ഇൻകത്തിൻ്റെ ലെവലും ആ പെർസെൻറ്റേജ് ഒന്ന് പഠിക്കാം. ദെൻ 2 crore മുകളിൽ സപ്പോസ് ടോട്ടൽ ഇൻകം 2 കോടിക്ക് മുകളിൽ, പക്ഷെ 5 കോടിക്ക് താഴെയാണെങ്കിൽ, 5 കോടി വരെയാണെങ്കിൽ അപ് ടു 5 crore ആണെങ്കിൽ നമുക്ക് 15-ൽ നിന്ന് നേരെ സർചാർജ് എത്ര വരും, 25% എന്തെയും വരും. ഓക്കെ, 25% എന്ത് വരും, സർചാർജ് വരും. ഇനി നിങ്ങളുടെ ടോട്ടൽ ഇൻകം 5 കോടിക്ക് മുകളിലാണെങ്കിൽ, ഓക്കെ 5 crore മുകളിലാണ്, സൂപ്പർ റിച്ച് എന്നുള്ളത് വളരെ എന്താ പറയുക, സൂപ്പർ റിച്ച് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 25-ൽ നിന്ന് 35 അല്ല 37%-ലോട്ട്
വരും. ഓക്കെ, യെസ്. അപ്പോൾ എങ്ങനെയാണ് സർചാർജിൻ്റെ റേറ്റ് വരുന്നത്? അപ് ടു 50 lakhs ആണെങ്കിൽ നോർമൽ, നിങ്ങൾ സൂപ്പർ റിച്ച് ഒന്നുമല്ല, അതുകൊണ്ട് ഗവൺമെൻറ് പറയാണ് സർചാർജ് ഒന്നും വേണ്ട, നോർമൽ ഇൻകം ടാക്സും ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുത്താൽ മതി. ദെൻ 50 ലക്ഷത്തിന് മുകളിലുണ്ട് സൂപ്പർ റിച്ചിൻ്റെ ആദ്യത്തെ ലെവൽ. ഓക്കെ, പക്ഷെ 1 കോടി വരെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സർചാർജ് എത്ര കൊടുത്താൽ മതി? ഇൻകം ടാക്സിൻ്റെ. ഓക്കെ, സോ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അവിടെ നിൽക്കട്ടെ, അത് ലാസ്റ്റാണ്. ഫൈനൽ ഇൻകം ടാക്സ് ഓക്കെ കമ്പ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് മുമ്പ് നോർമൽ ഇൻകം ടാക്സിൻ്റെ 10% എന്ത് കൊടുക്കണം? സർചാർജ് കൊടുക്കണം. പിന്നെ അത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നോർമൽ ഇൻകം ടാക്സും സർചാർജ് എന്ന് പറയുന്ന അഡീഷണൽ ടാക്സും ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുക്കേണ്ടത്. ദെൻ 1 കോടിക്ക് മുകളിലാണ് ഇൻകം. ഓക്കെ, സോ 1 കോടിക്ക് മുകളിൽ, പക്ഷേ 2 കോടി വരെ ആണെങ്കിൽ ആ ലെവൽ ഇൻകം വരുന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയുകയാണ് നിങ്ങൾ കുറച്ചും കൂടെ റിച്ച് ആണല്ലോ, അതുകൊണ്ട് ടാക്സ് അഡീഷണൽ ടാക്സ് കുറച്ചും കൂടെ കൊടുക്കട്ടെ. ദാറ്റ് ഈസ് എത്ര? 15%. 10 നിന്ന് 15%. ഇനി നിങ്ങൾ അതിനേക്കാളും റിച്ച് ആണ്, 2 crores മുകളിൽ അപ് ടു 5 crores വരെയാണെങ്കിൽ, സോ 15% പോരാ, നിങ്ങൾ ടാക്സിൻ്റെ എത്ര? 25% എന്ത് കൊടുക്കട്ടെ? സർചാർജ് കൊടുക്കട്ടെ. ദെൻ 5 കോടിക്ക് മുകളിലാണെങ്കിൽ നിങ്ങൾ വളരെ റിച്ച് ആണ്, അതുകൊണ്ട് 37%, 37% എന്ത് കൊടുക്കട്ടെ? സർചാർജ് കൊടുക്കട്ടെ. ഇതാണ് ഗവൺമെൻറ് പറയുന്നത്. ദെൻ ഇതിൻ്റെ ഒപ്പം ന്യൂ ടാക്സ് റിജീം അവിടെ നിൽക്കട്ടെ. ദെൻ റിമാർക്സ് എന്നുള്ളൊരു ഏരിയ ആക്ച്വലി ഈ ഒരു ബേസിക് ഡിസ്കഷൻ ലെവൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഈ ഒരു കോളം നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ഓൾ ടൈപ്പ് ഓഫ് ഇൻകം ദാറ്റ് ഈസ് ഒരു 15% വരെ ഓൾ ടൈപ്പ് ഓഫ് ഇൻകം എന്നും, അതിനുശേഷം ഒരു ബോക്സിൽ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഫോർ ഇൻകം അതർ ദാൻ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ 111A 111A, ലോങ് ടൈം സെക്ഷൻ 112, അതുപോലെ തന്നെ 112A, അതുപോലെ തന്നെ ഡിവിഡൻഡ് ഇൻകം. ഇതിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ഇതിലൂടെ നമ്മളിപ്പോൾ ഇൻഡെപ്ത് ആയിട്ട് പോകുന്നില്ല, മാത്രമല്ല നമ്മൾ ന്യൂമറിക്കൽസ് ചെയ്യുമ്പോഴൊന്നും ഈ ഒരു കോൺസെപ്റ്റോട് ഡിസ്കസ് ചെയ്യുന്നില്ല. കാരണം ഇതെല്ലാം ക്യാപിറ്റൽ ഗെയിൻസ് അതുപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ് എന്നുള്ള ടോപ്പിക്കിൽ വരുന്നതാണ്. നമ്മൾ ആ ഒരു ഏരിയയിൽ അത് ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട കാൽക്കുലേഷൻസിലോട്ട് ഡീപ്പായിട്ട് പോകുന്നത്. പക്ഷെ എന്നാൽ കൂടി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണ്ടി പറയുകയാണ്. നമുക്കറിയാം സ്റ്റോക്ക് മാർക്കറ്റ് അല്ലേ, സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ്, ഷെയർ മാർക്കറ്റ് എന്നൊക്കെ പറയും. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ലൈക്ക് ഇപ്പോൾ BSE ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സെൻസെക്സ്, ഓക്കെ, NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ നിഫ്റ്റി, ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് നമ്മൾ പറയുന്നത് ദ ബാരോമീറ്റേഴ്സ്. ഓക്കെ, ഒരു എക്കോണമിയുടെ ബാരോമീറ്റർ ആണെന്നാണ് പറയുക. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ റീസെൻ്റ്ലി ഇപ്പോൾ ബഡ്ജറ്റ് വരാൻ നിൽക്കുകയാണ്. നമ്മൾ 2025 ഫിനാൻസ് ആക്ട് ഇപ്പോൾ അടുത്ത് അനൗൺസ് ചെയ്യാനായിട്ട് ഫെബ്രുവരി 1st വീക്കിൽ നമുക്ക് എന്ത് ചെയ്യും? 2025 ഫസ്റ്റ് ഡേയിൽ തന്നെ 2025 ബഡ്ജറ്റ് അനൗൺസ് ചെയ്യും. അപ്പോൾ ഷെയർ മാർക്കറ്റിൽ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സിൻ്റെ റേറ്റുകൾ ഈ ഒരു സെക്ഷൻസ് പറയുന്നത് സെക്ഷൻ നമ്പർ 111A അതുപോലെ തന്നെ 112 ദാറ്റ് ഈസ് 112A. ഓക്കെ, 111A 112A ഇതൊക്കെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആണ്, ഈവൻ ഡിവിഡൻഡ് അടക്കം. അപ്പോൾ അതിലോട്ട് വരുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക. നമ്മൾ റീസെൻ്റ്ലി നിങ്ങൾ ന്യൂസ് പേപ്പറിലും മറ്റ് ന്യൂസുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യൻ കറൻസിയും അതുപോലെ തന്നെ ഡോളറിൻ്റെ ഒക്കെ മൂല്യം. നമ്മൾ SFMലൊക്കെ പഠിക്കുന്നത് പോലെ ഡോളർ അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡോളർ പവർഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. 86 ക്രോസ് ചെയ്തിട്ടാണ് ഡോളർ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അപ്പോൾ ഒരു ഡോളർ കിട്ടണമെങ്കിൽ 86 രൂപയ്ക്ക് മുകളിൽ കൊടുക്കണം. ബിക്കോസ് നമ്മൾ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന FII എന്നൊക്കെ പറയുന്ന ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിൽ നിന്ന് എന്ത് ചെയ്യാണ്? വലിയ രീതിയിൽ ദാറ്റ് ഈസ് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സിറ്റ് ചെയ്ത് ഇന്ത്യയിൽ നിന്ന് കൊണ്ടുപോവാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എന്തെന്നില്ല വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യം, അപ്പോൾ അവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്യും? നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഷെയർ മാർക്കറ്റിലെ ടാക്സ് റേറ്റുകളൊക്കെ എന്ത് ചെയ്യും? കുറയ്ക്കണം. പിന്നെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവരെ സർപ്ലസ് മണി ഷെയർ മാർക്കറ്റിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും, അപ്പോൾ അവരതിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ്റിന് ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടാക്സ് റേറ്റുകൾ എന്തിനും പരമാവധി കുറച്ചേ പറ്റും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുകയാണെങ്കിൽ ഇതിന് അത്തരം ഇൻകംസ് എന്ന് പറയുമ്പോൾ ഒന്ന് ഷെയർ മാർക്കറ്റിലെ ഷെയർസിൽ നിന്ന് കിട്ടുന്ന 111A എന്ന് പറയുന്ന ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. നമ്മളിത് ക്യാപിറ്റൽ ഗെയിൻ ചാപ്റ്ററിലാണ് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുന്നത്. തൽക്കാലം ജസ്റ്റ് ഒരു സെക്ഷൻ നമ്പറും അതെന്താണെന്ന് മാത്രം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. സോ 111A ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ദെൻ 112A ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്. ദെൻ ഷെയർ മാർക്കറ്റിലെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ കിട്ടുന്ന ഡിവിഡൻഡ് ഇൻകം.
ഈ 3 ഇൻകം ഏതൊക്കെ? 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, 112A ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, ദെൻ ഡിവിഡൻഡ് ഇൻകം. ഇത് ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ 112 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, 112 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, അത് സ്പെഷ്യൽ റേറ്റ് ഓഫ് ടാക്സ് വരുന്ന ഒരു 20% എന്നൊക്കെ പറയുന്ന സ്പെഷ്യൽ റേറ്റ് ടാക്സ് വരുന്ന ഐറ്റംസ് ആണ്. മാത്രമല്ല ഈ 111A ആണെങ്കിലും 112A ആണെങ്കിലും ഇതൊക്കെ സ്പെഷ്യൽ ടാക്സ് റേറ്റ് വരുന്ന ഐറ്റംസ് ആണ്. നമ്മൾ കുറച്ച് കഴിയുമ്പോൾ പഠിക്കും. അപ്പോൾ ഈ 4 ഐറ്റംസ് ഏതൊക്കെയാണ്? 4 ഐറ്റംസ് 111A ഷെയർ മാർക്കറ്റിലെ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, 112A ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, 112 ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ്, ദെൻ ഡിവിഡൻഡ് ഇൻകം. ഈ 4 ഇൻകം ഗവൺമെൻറ് ഇത്തരം ഇൻകം നിങ്ങളോട് ജനറേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അത്തരം ആക്ടിവിറ്റിയിലോട്ട് നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഇൻകം ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ സർചാർജിൻ്റെ ലെവല് ഒരിക്കലും 15% മുകളിൽ എന്തില്ല വരില്ല. ദാറ്റ് മീൻസ് 25%, അതുപോലെ തന്നെ 37% എന്നുള്ള സർചാർജ് റേറ്റുകൾ ഈ ഇൻകത്തിൻ്റെ മുകളിൽ എന്തല്ല അപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾക്ക് വേറൊരു വരുമാനവും ഇല്ല. ഓക്കെ, ഷെയർ മാർക്കറ്റിൽ ഭയങ്കര ട്രേഡറാണ്. ഓക്കെ, സോ നല്ല പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഷോർട്ട് ടൈം ഓക്കെ കുറച്ച് ദിവസങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു വർഷം ഒരു പ്രീവിയസ് ഇയർ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ 8 കോടി രൂപ കിട്ടിയെന്ന് വിചാരിക്കാം. ഓക്കെ, വേറെ ഒരു ഇൻകം പോലും ഇല്ല. ഓൺലി 111A ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് 8 കോടിയാണെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് 5 കോടിക്ക് മുകളിലാണെങ്കിൽ സർചാർജ് എത്ര വരും? 37% വരും അല്ലേ. പക്ഷേ അദ്ദേഹത്തിന് ഇവിടെ 8 കോടി രൂപ 5 കോടിക്ക് മുകളിലാണ്. പക്ഷെ അദ്ദേഹത്തിന് എത്ര വരുള്ളൂ? സർചാർജ് 15% വരുള്ളൂ. ദാറ്റ് മീൻസ് ഈ ഒരു ഇൻകത്തുമേ സർചാർജ് ഓൺ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ 111A, അതുപോലെ തന്നെ LTCG അണ്ടർ സെക്ഷൻ 112, അതുപോലെ തന്നെ 112A ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ആൻഡ് ഡിവിഡൻഡ് ഇൻകം കനോട്ട് എക്സീഡ് എത്ര? 15%. ഓക്കെ, അതിൻ്റെ സർചാർജ് ഒരിക്കലും 15% എന്തില്ല കൂടൂല അണ്ടർ എനി സർക്കംസ്റ്റാൻസസ് റിഗാർഡ്ലെസ് ഓഫ് ദി ഇൻകം. ഓക്കെ, അപ്പോൾ ഇൻകത്തിൻ്റെ ലെവല് എത്ര കോടിയാണ് കിട്ടി? ഇനി 50 കോടിയാണെങ്കിൽ 100 കോടിയാണെങ്കിൽ പോലും അതിൻ്റെ സർചാർജ് റേറ്റ് 15% മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും 25, 37 എന്നുള്ള ആ ഒരു സർചാർജ് റേറ്റുകൾ ഈ ഇൻകത്തിന് എന്തല്ല അപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കാം. ഓക്കെ, യെസ്. അപ്പോൾ തിരിച്ചു വരാൻ നമ്മൾ എന്താണ് പറഞ്ഞത്? നോർമൽ ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം ടോട്ടൽ ഇൻകത്തിൻ്റെ ലെവൽ നമ്മൾ ടോട്ടൽ ഇൻകം 5 lakhsന് താഴെയാണെങ്കിൽ അപ് ടു 5 lakhs വരെ പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിരുന്നു? അവിടെ ഡിസ്കൗണ്ട് കൊടുത്തിരുന്നു അല്ലേ? എന്ത്? റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A അല്ലേ? അതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിലാണെങ്കിൽ നിങ്ങൾ പണക്കാരാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അഡീഷണൽ ടാക്സും വാങ്ങിച്ചോളൂ. ഓക്കെ, സോ ഇൻകം ടാക്സ് ഈസ് തന്നെ പ്രോഗ്രസീവ് ടാക്സ് ആണ് അല്ലേ. സോ റിച്ച് പേഴ്സണിൽ നിന്ന് കൂടുതൽ എന്ത് ചെയ്യുക? ടാക്സ് ചാർജ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഒരു ടോട്ടൽ ഇൻകം ഒരു പർട്ടിക്കുലർ ലെവലിൽ മുകളിലാണെങ്കിൽ കൂടുതൽ ടാക്സ് എന്ത് ചെയ്യുക? കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സർചാർജ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, യെസ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? തിരിച്ചു വരാം, നോക്കാം. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 3 വരെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. So question number 4 നോക്കുക. Calculate the tax liability of Mr. AK. Mr. AK means individual അല്ലേ. Then where total income is case 1 rupees 60 lakhs, case 2 rupees 150 lakhs, case 3 rupees 300 lakhs, case 4 rupees 700 lakhs. Okay, അപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് കേസിൽ ഒരു ഇൻഡിവിജ്വൽ ഓക്കെ ഏജ് പറഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ഏജ് എത്ര ആയിട്ട് എടുക്കാം? നമുക്ക് ബിലോ 60, ദാറ്റ് ഈസ് നോർമൽ. ഓക്കെ, 2.5 lakhs ആണ് ബേസിക് എക്സംഷൻ ലിമിറ്റ്. ബേസിക് എക്സംഷൻ ലിമിറ്റിൻ്റെ പ്രത്യേകത അത് എത്ര വലിയ റിച്ച് ആയിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ബേസിക് എക്സംഷൻ ലിമിറ്റ് അവൈലബിൾ ആണ്. നേരെ മറിച്ച് റിബേറ്റ് കിട്ടണമെങ്കിൽ ടോട്ടൽ ഇൻകം എന്ത് ചെയ്യണം? അപ് ടു 5 lakhs വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ റിബേറ്റ് അലൗഡ് ഉള്ളൂ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരാളുടെയും ടോട്ടൽ ഇൻകം 5 lakhs അല്ല, 5 lakhsന് മുകളിലാണ്. ആക്ച്വലി പറയുകയാണെങ്കിൽ സൂപ്പർ റിച്ച് ആണ് അല്ലേ. സോ അപ്പോൾ 60 lakhs എന്ന് പറയുന്നത് നമുക്കറിയാം സർചാർജ് അപ്ലിക്കബിൾ ആവും ബിക്കോസ് മോർ ദാൻ 50 lakhs ആണ്. 10% സർചാർജ് വരും. ദെൻ 150 lakhs എന്ന് പറയുമ്പോഴോ
1 കോടിക്ക് മുകളിലാണ്, പക്ഷേ 2 കോടിക്ക് താഴെയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് സർചാർജ് 10ൽ നിന്ന് എത്രയാവും 15%. അതിന് കുറച്ച് 300 ലക്ഷം എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 3 കോടിയാണ് വരാം. അപ്പോൾ 2 കോടിക്ക് മുകളിൽ 5 കോടി വരെ സർചാർജ് എത്രയായിരുന്നു 25% ആയിരുന്നു. അപ്പോൾ ഇവിടെ സർചാർജ് നമുക്ക് കോൺസെപ്റ്റ് ഓഫ് സർചാർജ് നോക്കാം. 10%, ഇവിടെ ഒരു 15%, ഇവിടെ 25% വരും അല്ലേ. ദെൻ 700 lakhs എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 7 crores എന്ന് പറയുമ്പോൾ 5 കോടിക്ക് മുകളിലാണ്. ദാറ്റ് മീൻസ് സർചാർജ് എത്രയായിരിക്കും 37% ആയിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, നമുക്ക് ടാക്സ് കാൽക്കുലേഷൻസ് ഒന്ന് സ്പീഡായിട്ട് ചെയ്യാം. നമുക്ക് ആൻസർ ഒരുമിച്ച് ചെയ്യാം. നിങ്ങളും കൂടി എന്ത് ചെയ്യാം, ഒരുമിച്ച് ചെയ്യാനേക്കാൾ ഫാസ്റ്റായിട്ട് ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഒന്നില്ലെങ്കിൽ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ഒറ്റയ്ക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റ് ആണോ എന്ന് അതിനുശേഷം വെരിഫൈ ചെയ്താൽ മതി. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്യാം. സോ കേസ് 1 ദറ്റ് ഈസ് ടാക്സ് ഓൺ എത്ര 60 lakhs. ഓക്കെ, ഇങ്ങനെയാണ് ടാക്സ് ഓൺ 60 lakhs. ആദ്യം നിങ്ങൾക്ക് എത്ര പണക്കാരനാണെങ്കിൽ നമുക്ക് എന്തുണ്ട് ബേസിക് എക്സംഷൻ ലിമിറ്റ് therefore 0 to 2.5 lakhs നിൽ. ഓക്കെ അല്ലേ. ദെൻ 2.5 lakhs to 5 lakhs വരെ നമുക്ക് 5%, ദാറ്റ് ഈസ് 12,500. ദെൻ 5 lakhs to 10 lakhs നമുക്ക് then 20%, ഇവിടെ നമുക്ക് അറ്റ് 5%, ഇവിടെ അറ്റ് ദ റേറ്റ് ഓഫ് 20% അല്ലേ, വിച്ച് ഈസ് ഈക്വൽ ടു 1 lakh. ദെൻ 10 lakhs to above, ദാറ്റ് ഈസ് 10 ലക്ഷം മുതൽ എത്രയാണോ ടോട്ടൽ ഇൻകം അവിടം വരെ, ഇവിടെ എത്രയാണ് 60 lakhs അല്ലേ. therefore 60 lakhs അറ്റ് 30%. ദാറ്റ് മീൻസ് 10 ലക്ഷത്തിന് മുകളിൽ 60 ലക്ഷം വരെ എത്രയാണ് ആ ഗ്യാപ്പ് വരുന്നത് 50 lakhs, 50 ലക്ഷമാണ് വരുന്നത് അല്ലേ. 50 ലക്ഷത്തിൻ്റെ 30% എന്ന് പറയുമ്പോൾ 5 3 15, ദാറ്റ് ഈസ് എത്ര 15 ലക്ഷം. യെസ്, ടോട്ടൽ ഇൻകം ടാക്സ് എത്ര വരും 15 ലക്ഷം പ്ലസ് 1 ലക്ഷം 16 ലക്ഷം, 16,12,500, 16,12,500. ഓക്കെ അല്ലേ. യെസ്, ഇനി ലെസ് റിബേറ്റ് അപ്ലിക്കബിൾ ആണോ അല്ല, റിബേറ്റ് എന്തല്ല അലൗഡ് അല്ല. ദെൻ സർചാർജ് അപ്ലിക്കബിൾ ആണോ, സർചാർജ് അപ്ലിക്കബിൾ ആണ്. ബിക്കോസ് എത്രയാണ് ഇൻകം 60 lakhs ആണ്, എബോവ് 50 lakhs ആയതുകൊണ്ട് തന്നെ 10%, therefore ആഡ് സർചാർജ്. എത്രയാണ് സർചാർജിൻ്റെ റേറ്റ് വരുന്നത്? സോ 50 lakhsന് മുകളിൽ 1 കോടി വരെ എത്രയാണ് 10%, therefore സർചാർജ് അറ്റ് ദ റേറ്റ് ഓഫ് 10%. സോ ഏതൊരു നമ്പർ 10% എടുക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് റൈറ്റ് സൈഡിലെ ഒരു ഫിഗർ കളഞ്ഞാൽ മതി, ഒരു നമ്പർ കളഞ്ഞാൽ മതി. therefore 1,61,250 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഇൻകം ടാക്സ് കിട്ടും. അതെ, ടോട്ടൽ ഇൻകം ടാക്സ് ബിക്കോസ് ഈ സർചാർജ് ഈസ് എ പാർട്ട് ഓഫ് എന്താണ് ഇൻകം ടാക്സ് ആണ്. therefore 16,12,500 പ്ലസ് അതിൻ്റെ 10% എന്ത് ചെയ്യാം ആഡ് ചെയ്യുകയാണെങ്കിൽ ദെൻ ടോട്ടൽ വിൽ ബി 17,73,750, 17,73,750. ദെൻ ഈ ടോട്ടൽ ഇൻകം ടാക്സിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇന്ത്യയിലെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെക്ടറിലോട്ടുള്ള കോൺട്രിബ്യൂഷൻ ആ ഒരു പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു പൈസ കൊടുക്കണം എല്ലാ ടാക്സ് പേഴ്സും. ദാറ്റ് ഈസ് എത്രയാണ് HEC അറ്റ് ദ റേറ്റ് ഓഫ് 4%. ദാറ്റ് ഈസ് ഇതിൻ്റെ 4% എടുക്കാം, ദാറ്റ് ഈസ് 70,950 ആഡ് ചെയ്യാം. ടോട്ടൽ 18,44,700. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു സർചാർജ് 50 lakhsന് എബോവ് ആയതുകൊണ്ട് സർചാർജ് എത്ര വന്നു 10% സർചാർജ് വന്നു. ഓക്കെ, ക്ലിയർ അല്ലേ. ദെൻ ഫസ്റ്റ് കേസ് കംപ്ലീറ്റ് ആയി. അടുത്ത കേസ് എത്രയാണ് കേസ് 2 150 lakhs അല്ലേ. നമുക്ക് കേസ് 2 ഇവിടെ തന്നെ കമ്പയർ ചെയ്താൻ വേണ്ടിയിട്ട് ടാക്സ് ഓൺ 150 lakhs. 150 മീൻസ് എത്രയാണ് 1.5 കോടി അല്ല. അപ്പോൾ 1 കോടിക്ക് മുകളിൽ പക്ഷെ 2 കോടിക്ക് താഴെയാണെങ്കിൽ സർചാർജ് വിൽ ബി 15%. ബാക്കിയെല്ലാം സെയിം തന്നെ. 0 to 2.5 comes to 0, 2.5 to 5 12,500, then 5 to 10 that is 1 lakh, then 10 lakhs to 150 lakhs അല്ലേ. സോ 10 lakhs to 150 lakhs എന്ന് പറയുമ്പോൾ ആ ഒരു ഗ്യാപ്പ് എനിക്ക് എത്രയുണ്ട് 140 ലക്ഷം. 10 lakhsന് മുകളിൽ എത്ര വന്നാലും 30% ഉള്ളൂ അല്ലേ. അപ്പോൾ 140 ലക്ഷം ഉണ്ട് അവിടെ. ഈ 140 ലക്ഷത്തിൻ്റെ എത്ര 30% എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 42 lakhs വരും അല്ലേ. 42 lakhs ടോട്ടൽ ചെയ്യാം. സോ ടോട്ടൽ 42 lakhs പ്ലസ് 1 lakh 43 lakhs പ്ലസ് 12,500, 43 lakhs 12,500. യെസ്, പ്ലസ് ഇത് നോർമൽ ഇൻകം ടാക്സ് പ്ലസ് സർചാർജ്
അറ്റ് ദ റേറ്റ് എത്ര 15% അല്ലേ. സോ സർചാർജ് 15% നമ്മൾ എന്ത് കൊടുക്കേണ്ടത്, സർചാർജ് കൊടുക്കേണ്ടത്. എത്രയാണ് നോർമൽ ഇൻകം ടാക്സ് അതിൻ്റെ, ഓക്കെ, നോർമൽ ഇൻകം ടാക്സിൻ്റെ 43,12,500 എന്ന് പറയുന്നത് നോർമൽ ഇൻകം ടാക്സിൻ്റെ 15% കംസ് ടു 6,46,875. ഓക്കെ, സോ 6,46,875. സോ അതും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യാം. സോ കംസ് ടു ടോട്ടൽ ഇൻകം ടാക്സ് കംസ് ടു 49,59,375. ഓക്കെ, സോ 49,59,375. ദെൻ ഓൾവേസ് നമ്മൾ എന്ത് കൊടുക്കണം, ടാക്സ് പേയബിൾ ആണോ, ദെൻ ഇൻകം ടാക്സ് പേയബിൾ 0 അല്ല, ഒരു പോസിറ്റീവ് എമൗണ്ട് ടാക്സ് പേയബിൾ ഉണ്ടെങ്കിൽ ദെൻ ഓൾവേസ് എന്ത് കൊടുക്കണം, 4% ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം. ദെർഫോർ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. സോ ഇൻറ്റു 4% കംസ് ടു 1,98,375. ദെൻ ആഡ് ചെയ്യുകയാണെങ്കിൽ ടുഗദർ 51,57,750. സോ 51,57,750 രൂപ ആയിരിക്കും നമ്മൾ എന്ത് വരുന്നത്, ടോട്ടൽ ഇൻകം ടാക്സിൻ്റെ എന്ത് വരുന്നത്, ലൈബിലിറ്റി വരുന്നത്, ടോട്ടൽ ടാക്സ് ലൈബിലിറ്റി ഇൻക്ലൂഡിങ് സെസ് അടക്കമുള്ളത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ കേസ് നമ്പർ 1 and 2 എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു. അടുത്തത് കേസ് 3. കേസ് 3 നമുക്ക് വരുന്നത് ടാക്സ് ഓൺ 300 lakhs ആണ് അല്ലേ, ടാക്സ് ഓൺ 300 lakhs. ടാക്സ് ഓൺ 300 lakhs. അതുപോലെ തന്നെ കേസ് 4 വരുന്നത് ടാക്സ് ഓൺ 700 lakhs. ടാക്സ് ഓൺ 700 lakhs. യെസ്, രണ്ട് കേസിലും 0 to 2.5 എത്രയാണ്, ഇവിടെ 0, ഇവിടെയാണെങ്കിലും 0. ഓക്കെ, 2.5 to 5 lakhs എത്രയാണ്, 12,500, ഇവിടെയാണെങ്കിലും 12,500. അടുത്തത് 5 lakhs to 10 lakhs, that is 1 lakh tax. Okay, because 20%. Clear അല്ലേ. സോ ആദ്യത്തെ 5%, ഇവിടെ 20%. ഇനി 10 lakhs to 300 lakhs. 10 lakhs to 300 lakhs എത്രയാണ് ആ ഗ്യാപ്പ് വരുന്നത്, നമുക്ക് 290 lakhs അല്ല, 290 ലക്ഷം. അതിൻ്റെ 30% ടാക്സ് എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 87 lakhs നമുക്ക് എന്ത് വരും, ടാക്സ് വരും ഇവിടെ 87 lakhs. ഇവിടെയാണെങ്കിലോ, ഇവിടെയാണെങ്കിൽ 10 lakhs to 700 എന്ന് പറയുമ്പോൾ 7 കോടി വരുമ്പോൾ 690 ലക്ഷം വരും അല്ലേ. യെസ്, 690 lakhs വരും. അതിൻ്റെ 30% കംസ് ടു 207 lakhs, 207 ലക്ഷം. ടോട്ടൽ നോർമൽ ഇൻകം ടാക്സ് എത്രയാണെന്ന് നോക്കുക. നോർമൽ ഇൻകം ടാക്സ് 88 lakhs 12,500 വരും. ഓക്കെ, ദിസ് ഈസ് നോർമൽ ഇൻകം ടാക്സ്. ഇവിടെയാണെങ്കിലും നോർമൽ ഇൻകം ടാക്സ് എത്ര വരും, സോ 208, 208,12,500. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ രണ്ട് കേസിലും കേസ് നമ്പർ 3 and 4 നോർമൽ ഇൻകം ടാക്സ് ലയബിലിറ്റി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. നമ്മൾ കേസ് നമ്പർ 3 മാത്രം എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. കേസ് 3 നോർമൽ ഇൻകം ടാക്സ് എത്രയാണ്, 88 lakhs ആണ് അല്ലേ. ദെൻ റിബേറ്റ് അലൗഡ് ആണോ, അല്ല. 300 lakhsൻ്റെ മുകളിൽ റിബേറ്റ് അലൗഡ് അല്ല. ദെൻ സർചാർജ് അപ്ലിക്കബിൾ ആണ്, അതേ സർചാർജ് അപ്ലിക്കബിൾ ആണ്, ബിക്കോസ് ഇൻകം 50 lakhsന് മുകളിലാണ്. ഇനി 50 lakhsന് മുകളിലും കൂടിയാണ് ഇനി അടുത്ത് എന്താണ്, 2 crores മുകളിലാണ്. പക്ഷെ 5 crores താഴെയാണെങ്കിൽ സർചാർജിൻ്റെ അപ്ലിക്കബിലിറ്റി എത്രയാണ് വരിക, 25%. അല്ലേ, ഇവിടെ സർചാർജ് എത്രയാണ് വരിക, 25%. ഇനി തൊട്ട് നാലാമത്തെ കേസിലാണെങ്കിലും 700 lakhs ആണ്, ദാറ്റ് ഈസ് 5 crores മുകളിലാണ് അല്ലേ. 7 crores എന്ന് പറയുമ്പോൾ ഇവിടെ സർചാർജ് എത്ര വരും, 37%. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ കണ്ടിന്യൂ ചെയ്യാം. തേർഡ് കേസിൽ ദാറ്റ് ഈസ് 88 lakhs 12,500 എന്ന് പറയുന്ന ഇൻകം ടാക്സിൻ്റെ മുകളിൽ എന്ത് അപ്ലൈ ചെയ്യണം, സർചാർജ് അല്ലെ. സർചാർജ് അപ്ലൈ ചെയ്യേണ്ടത് ഇൻകം ടാക്സിൻ്റെ മുകളിലാണ്, അല്ലാതെ ടോട്ടൽ ഇൻകത്തിൻ്റെ മുകളിലല്ല. സോ നോർമൽ ഇൻകം ടാക്സിൻ്റെ 25% എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു 22 lakhs 3,125. 3,125 എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക, വിച്ച് ഈസ് ഈക്വൽ ടു 1 crore 10 lakhs 15,625. ഓക്കെ, സോ 1,10,15,625 രൂപയായിരിക്കും എന്ത് വരുന്നത്, ടോട്ടൽ ഇൻകം ടാക്സ് വരുന്നത് അല്ലേ. ടോട്ടൽ ഇൻകം ടാക്സ് വരുന്നത്. ദെൻ ഇതിൻ്റെ മുകളിൽ ടോട്ടൽ ഇൻകം ടാക്സ് പേയബിൾ ആണെങ്കിൽ ദെൻ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4% പേയബിൾ ആണ്. ദിസ് 4% കംസ് ടു
4,40,625. സോ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ കംസ് ടു 1,14,56,250. സോ 1,14,56,250 രൂപ. സോ നിങ്ങൾക്ക് ഇന്ത്യയിൽ 3 കോടി രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ, ഓക്കെ, സോ 300 ലക്ഷം എന്ന് പറയുമ്പോൾ 3 കോടി രൂപയുടെ വരുമാനം ഉണ്ടെങ്കിൽ അതിൻ്റെ ഏകദേശം 1/3 കൂടുതൽ, ഓക്കെ, സോ 1/3 കൂടുതലായിട്ട്, 1/3 എന്ന് പറയുമ്പോൾ ജസ്റ്റ് 1 കോടിയല്ലേ വരുള്ളൂ. 1,15,00,000 അടുത്തുള്ളൊരു എമൗണ്ട് ഗവൺമെൻറ് എന്തായിട്ട് കൊടുക്കണം? ടാക്സ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ടാക്സ് ഉള്ളതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർ ടാക്സ് വെട്ടിക്കാനൊക്കെ ആയിട്ട് എന്ത് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പോൾ 300 lakhs വരുമാനമുള്ള ഒരാൾ, ഓക്കെ, നമ്മൾക്ക് എത്ര ടാക്സ് സർചാർജ് അടക്കം, ഓക്കെ, ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻസ് അടക്കം ടോട്ടൽ 1,14,56,250 രൂപ എന്ത് കൊടുക്കണം? ടാക്സ് കൊടുക്കണം. സ്വാഭാവികമായിട്ട് വിഷമം ഉണ്ടാവുമല്ലോ അല്ലേ? നിങ്ങളാണെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 3 കോടിക്ക് 1 കോടിക്ക് മുകളിൽ ഗവൺമെൻറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ 1 വർഷത്തിൽ ഉണ്ടാക്കിയതാണെങ്കിൽ ഏകദേശം അതിൻ്റെ 1 വർഷത്തിൻ്റെ 1/3 എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് നിയർലി 4 മാസത്തിനേക്കാൾ മുകളിൽ, എനിക്ക് ഏകദേശം ഒരു 4-5 മാസം ആർക്ക് വേണ്ടി പണിയെടുത്ത പോലെ ആവും? ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട്. ഓക്കെ, കാരണം അത്രയും ടാക്സ് നമ്മൾ കൊടുക്കുന്നു. നമ്മൾ 1 വർഷം ഏൺ ചെയ്ത ഇൻകത്തിൻ്റെ അതിൽ നിന്ന് ഇത്രയും എമൗണ്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ടാക്സ് കൊടുക്കുന്നുണ്ട് ഡയറക്റ്റായിട്ട്. അതുകൂടാതെ ബാലൻസ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുമ്പോൾ GST കൊടുക്കുന്നുണ്ട്. ഇത്രയും ഏൺ ചെയ്തിട്ട് അതിൽ നിന്ന് ഇൻകം ടാക്സ് കൊടുത്തിട്ട് ഇനിയുള്ള പൈസ കൊണ്ട് നാളെ നിങ്ങൾ പോയിട്ട് ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു പാർക്കിൽ പോകാൻ, ഒരു എന്താ പറയുക, അമ്യൂസ്മെൻറ്റ് പാർക്കിൽ പോകണം, എൻജോയ് ചെയ്യാൻ, സിനിമയ്ക്ക് പോകണം, എന്ത് ചെയ്താലും അതിന് നിങ്ങൾ എന്തുകൂടെ കൊടുക്കണം? GST കൂടി കൊടുക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം 18% GST കൂടെ കൊടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ 5 to 18, 28 ഒക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അതും കൂടെ ടോട്ടൽ ചെയ്ത് വരുമ്പോൾ ടാക്സ് എന്ന് പറയുന്നത് ഏകദേശം ഇതിനേക്കാൾ കൂടുതൽ, ഓക്കെ, ഒരു 1.5 കോടി രൂപ അതിന് മുകളിലൊക്കെ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടാവും? 3 കോടിയുള്ള ഒരാൾ അത്രയും 1.5 കോടിക്ക് മുകളിൽ, അല്ലെങ്കിൽ 1.25 കോടി എത്ര ടാക്സ് ആയിട്ട് ടോട്ടൽ കൊടുക്കേണ്ടി വരും. ഓക്കെ, യെസ്, തിരിച്ചു. അപ്പോൾ 3rd കേസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ 4th കേസ് നോക്കാം. ടാക്സ് ഓൺ 700 lakhs. ടാക്സ് ഓൺ 700 lakhs നോർമൽ ഇൻകം ടാക്സ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചത് 208 അല്ലേ? സോ 208,12,500. സോ 208,12,500 നോർമൽ ഇൻകം ടാക്സിൻ്റെ മുകളിൽ 37%. ഇവിടെ നിങ്ങൾ റിച്ച് എന്താ പറയുക, സൂപ്പർ റിച്ച്, അതിൻ്റെ ലെവൽ തന്നെ 5 crores മുകളിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്ര കൊടുക്കണം? 37% എന്ത് ചെയ്യണം? കൊടുക്കണം. ദാറ്റ് ഈസ് 37% comes to 77 lakhs. ഓക്കെ, 625 rupees എന്ത് ചെയ്യണം? സർചാർജ് ആയിട്ട് കൊടുക്കണം. അതുകൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ യുവർ ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി വിൽ ബി 2,85,13,125. കൂടാതെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് അറ്റ് 4%. ഈ ഒരു എമൗണ്ടിൻ്റെ 4% എന്ന് പറയുമ്പോൾ ദാറ്റ് മീൻസ് 11,40,525. ദെൻ ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ 2,96,53,650. ഓക്കെ, 2,96,53,650 രൂപ, നിയർലി ഒരു 3 കോടിയുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ 7 കോടി ഇൻകം, ടോട്ടൽ ഇൻകം ഉള്ള ഒരാൾക്ക് 3 കോടി രൂപ എന്ത് ചെയ്യണം? ഗവൺമെൻറ്റിലോട്ട് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും. നിയർലി 3 കോടി രൂപ ടാക്സ് കൊടുക്കണം. ഓക്കെ ആണോ? യെസ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 4 എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 4 ഓൾഡ് റിജൈം ആണ്. ഓൾഡ് റിജൈമിലെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്തു. ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഇൻകത്തിൻ്റെ സർചാർജ് കൂടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്തു. ഓക്കെ, യെസ്. അപ്പോൾ സർചാർജിൻ്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. വീണ്ടും നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കൂടുതൽ ക്ലാരിറ്റി നമ്മൾ പഠിക്കും. ശ്രദ്ധിക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. അഗൈൻ ഓൾഡ് റിജൈം തന്നെ നോക്കാം. കാൽക്കുലേറ്റ് ടാക്സ് ലയബിലിറ്റി of Mr. Arun and Mr. Varun following details are given. Okay, അപ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ടാക്സ് ലയബിലിറ്റി ഓഫ് ആരെയും മിസ്റ്റർ അരുൺ, ദാറ്റ് മീൻസ് ഒരു ഇൻഡിവിജ്വൽ ആണ്. അതുപോലെ തന്നെ മിസ്റ്റർ വരുൺ. സോ രണ്ടുപേരും ഫ്രണ്ട്സ് ആണെന്ന് വിചാരിക്കുക. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഏകദേശം ഒരേ ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരാണ്. ഏകദേശം ഒരേ പോസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിക്കാം.
അപ്പോൾ ഫോളോയിങ് ഡീറ്റെയിൽസ് ആർ ഗിവൺ. സോ ടോട്ടൽ ഇൻകം ഓഫ് മിസ്റ്റർ അരുൺ 51 lakhs ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ടോട്ടൽ ഇൻകം ഓഫ് അരുൺ 50 lakhs. ഓക്കെ, Mr. Varun, it will be 51 lakhs. So total income of Mr. Arun എത്രയാണ്? മിസ്റ്റർ എ. അരുൺ തൽക്കാലം നമുക്ക് മിസ്റ്റർ എ എന്ന് എടുക്കാം. ദെൻ വരുൺ നമുക്ക് മിസ്റ്റർ വി. ഓക്കെ, അല്ലെങ്കിൽ ഓക്കെ വരുൺ രണ്ട് ഫ്രണ്ട്സുകൾ. ഓക്കെ, സോ മിസ്റ്റർ എ അരുൺ 50 lakhs, മിസ്റ്റർ വരുൺ വി ദാറ്റ് ഈസ് എത്ര 51 lakhs ആണ്. ദെൻ ഇഗ്നോർ സെസ് എന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇഗ്നോർ സെസ് അഥവാ നമ്മളെ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് എന്ത് ചെയ്യുക തൽക്കാലം അത് 4%. ഓക്കെ, ഫൈനൽ ടാക്സ് ഡിറ്റർമിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 4% ആണല്ലോ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് കൊടുക്കേണ്ടത്. അത് തൽക്കാലം എന്ത് ചെയ്യുക, നിങ്ങൾ വിട്ടേക്കുക, അത് കാൽക്കുലേറ്റ് ചെയ്യേണ്ട. അല്ലാതെ ഉള്ള ബാക്കി സെസ് ഒഴികെയുള്ള ബാക്കി ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം പറഞ്ഞിട്ടുള്ളത്, ഇൻകം ടാക്സ് ലൈബിലിറ്റി. ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം രണ്ടുപേരും ഫ്രണ്ട്സാണ്, ഒരേ ക്വാളിഫിക്കേഷൻസും ഒരേ ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒരേ പോസ്റ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ അരുണിനെ സംബന്ധിച്ചിടത്തോളം അരുണ് 50 ലക്ഷം മാത്രമേ എന്തുള്ളൂ ടോട്ടൽ ഇൻകം ഉള്ളൂ. ഓക്കെ, അതിനെ മറിച്ച് മിസ്റ്റർ വരുണ് 51 ലക്ഷം രൂപ എന്തുണ്ട് ടോട്ടൽ ഇൻകം ഉണ്ടെങ്കിൽ കമ്പാരിറ്റീവ്ലി മിസ്റ്റർ വരുൺ എന്തായിരിക്കും, ഹാപ്പി ആയിരിക്കും. കാരണം രണ്ടുപേരും ഒരേ സ്കൂളിൽ പഠിച്ച് ഒരേ ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് ഒരേ ക്വാളിഫിക്കേഷൻ ഒക്കെ ഉള്ളവർ. പക്ഷേ അരുൺ അപേക്ഷിച്ച് വരുൺ എന്തുണ്ട് 1 ലക്ഷം രൂപ കൂടുതൽ ടോട്ടൽ ഇൻകം ഉണ്ട്. ഓക്കെ, അപ്പോൾ വരുൺ എന്തായിരിക്കും കമ്പാരിറ്റീവ്ലി മിസ്റ്റർ വി എന്തായിരിക്കും ഹാപ്പി ആയിരിക്കും, വരുൺ ഹാപ്പി ആയിരിക്കും, ബിക്കോസ് 1 lakh എക്സ്ട്രാ ഉണ്ട് അല്ലേ. നമുക്ക് എന്ത് ചെയ്യാം, ടാക്സ് ലൈബിലിറ്റി ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നോക്കാം, മിസ്റ്റർ അരുൺ 50 lakhs, ഇവിടെ നമുക്ക് മിസ്റ്റർ വരുൺ 51 lakhs. ഓക്കെ, യെസ്, സ്റ്റാർട്ട് ചെയ്തോ. എങ്ങനെയായിരിക്കും അറിയാലോ, നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ദറ്റ് ഈസ് 0 to 2.5 lakhs വരെ 0, ഇവിടെ ആണെങ്കിലും 0. 2.5 to 5 lakhs 12,500, ഇവിടെയാണെങ്കിൽ 12,500. ഓക്കെ, ദെൻ 5 lakhs to 10 lakhs 20%, ഇവിടെയും 20%, 1 lakh. ഓക്കെ, സോ ഇവിടെ 5%, 20%. ദെൻ നെക്സ്റ്റ് 10 lakhs above. 10 lakhs above എത്രയാണോ അതിന് നമ്മൾ 30% അല്ലേ. സോ ഇവിടെ 50 lakhs എന്ന് പറയുമ്പോൾ ബാലൻസ് അതിന് 40 lakhs ഉണ്ട്. 40 lakhsൻ്റെ 30% എന്ന് പറയുമ്പോൾ 30% ഓഫ് 40 lakhs എന്ന് പറയുമ്പോൾ 4 12 ലക്ഷം രൂപ അല്ലേ. ടോട്ടൽ വിൽ ബി 12 ലക്ഷം, 1 ലക്ഷം 13 ലക്ഷത്തി 12,500. ഓക്കെ, ഇവിടെ ആണെങ്കിൽ നമുക്ക് 51 lakhs ഉണ്ട് അല്ലേ. അപ്പോൾ 10 ലക്ഷത്തിന് മുകളിൽ 51 ലക്ഷം വരെ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര 41 ലക്ഷം വരും. 41 ലക്ഷത്തിൻ്റെ 30% എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് നമുക്ക് 12,30,000. ഓക്കെ, 12,30,000. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവിടെ 40 lakhsന് 12 lakhs ആണ് വന്നത്. അതുകൂടാതെ എക്സ്ട്രാ ഒരു 1 lakh കൂടി വരുമ്പോൾ ആ 1 lakhൻ്റെയും കൂടെ 30% ദാറ്റ് ഈസ് 30,000 എക്സ്ട്രാ എടുത്താൽ മതി. അപ്പോൾ ഇവിടുത്തെ 12 lakh പ്ലസ് എക്സ്ട്രാ വന്ന 1 lakhനും 30% കൊടുക്കണം. അപ്പോൾ ടോട്ടൽ 12 lakhs 30,000. ഓക്കെ, ദെൻ ടോട്ടൽ ഇവിടെ വരുമ്പോൾ നമുക്ക് 13,42,500. ക്ലിയർ ആണോ? 12,30,000 അല്ലെ 13,30,000 പ്ലസ് 12,500 13,42,500 രൂപയാണ് എന്ത് എന്നുള്ളത് ഇൻകം ടാക്സ് എന്നുള്ളത്, നോർമൽ ഇൻകം ടാക്സ് എന്നുള്ളത് അല്ലേ. ദെൻ അടുത്തത് റിബേറ്റ് അപ്ലിക്കബിൾ ആണോ? അല്ല. ഓക്കെ, 87 ആയാലും റിബേറ്റ് അലൗഡ് അല്ല. ദെൻ നെക്സ്റ്റ് വരും നമുക്ക് സർചാർജ് ഉണ്ടോ നോക്കാം. ആഡ് സർചാർജ്. ഓക്കെ, സോ മിസ്റ്റർ അരുണിൻ്റെ ടോട്ടൽ ഇൻകം എത്രയാണ് 50 ലക്ഷം രൂപയാണ് അല്ലേ. അപ് ടു 50 lakhs വരെ എന്തില്ല, സർചാർജ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ സർചാർജ് വിൽ ബി നിൽ. ഓക്കെ ആണോ? നേരെ മറിച്ച് ഇവിടെ 51 lakhs ആണ് വരുണിൻ്റെ വരുമാനം വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെന്ത് വരുന്നുണ്ട്, സർചാർജ് വരുന്നുണ്ട്. ബിക്കോസ് 50 lakhsന് മുകളിൽ അപ് ടു 1 crore വരെ ആണെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള നിങ്ങൾ ടോട്ടൽ ഇൻകം എങ്കിൽ 10% എന്ത് വരും, സർചാർജ് വരും. ദെർഫോർ ഇവിടെ നമുക്ക് ഇതിൻ്റെ 10% സർചാർജ് ദാറ്റ് ഈസ് 1,34,250. ഓക്കെ ആണോ? ക്ലിയർ ആണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എത്ര സർചാർജിനും 1,34,250 രൂപ. ദെൻ ടോട്ടൽ ടാക്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് അഗെയിൻ 13,12,500. ഇവിടെ ടാക്സ് ആഡ് ചെയ്യുമ്പോൾ 13,42,500 പ്ലസ് 10% ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 14,76,750.
ഓക്കെ, അപ്പോൾ രണ്ടുപേരുടെയും ടാക്സ് ലൈബിലിറ്റി, ദറ്റ് ഈസ് ടോട്ടൽ ഇൻകം ടാക്സ് ലൈബിലിറ്റി നമ്മൾ എന്ത് ചെയ്തു, കമ്പ്യൂട്ട് ചെയ്തു. സോ മിസ്റ്റർ എ അരുണിൻ്റെ നമ്മൾ ഇൻകം ടാക്സ് ലൈബിലിറ്റി 13,12,500, മിസ്റ്റർ വൺ 14,76,750. ഓക്കെ അല്ലേ? ദെൻ ബാലൻസ് ഇൻകം, ജസ്റ്റ് വെറുതെ ഒരു കമ്പ്യൂട്ടേഷൻ. ബാലൻസ് ഇൻകം ആഫ്റ്റർ ടാക്സ് ജസ്റ്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടി, അതായത് ഇവർ ടാക്സ് കൊടുത്തതിന് ശേഷം ഇവരുടെ കയ്യിൽ എത്ര ഇൻകം ഉണ്ടാവും നോക്കാം. സോ മിസ്റ്റർ അരുണ് ടോട്ടൽ വരുമാനം എത്ര ഉണ്ടായിരുന്നു, 50 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഈ 50 ലക്ഷം രൂപയിൽ നിന്ന് 13,12,500 രൂപ ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ 36,87,500 രൂപയാണ് കയ്യിൽ ഡിസ്പോസബിൾ ആയിട്ട്, അതായത് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ കയ്യിലുള്ള പൈസ എത്രയാണ് ടാക്സിന് ശേഷം ആഫ്റ്റർ ടാക്സ് 36,87,500. ഓക്കെ, ദെൻ നമ്മളുടെ വരുണിൻ്റെ കയ്യിൽ ടോട്ടൽ ടാക്സിന് മുമ്പ് 51 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ നിന്ന് 14,76,750 രൂപ കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ബാലൻസ് എത്ര ഉണ്ടാവും, 36,23,250. സോ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും, മിസ്റ്റർ അരുൺ ഈ ഒരു ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ മിസ്റ്റർ അരുൺ 50 ലക്ഷം രൂപ കിട്ടിയിട്ട് ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷം കയ്യിൽ എത്രയുണ്ട്, 36,87,500. നേരെ മറിച്ച് മിസ്റ്റർ വരുൺ 51 ലക്ഷം രൂപ ഇൻകം ഉണ്ടായിട്ട് ആഫ്റ്റർ ടാക്സ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ 36,23,250 ഉള്ളൂ. അപ്പോൾ ഇവരുടെ ജോലി ചെയ്യുന്ന സമയത്ത് ഇവരുടെ സാലറി ലെവലും ഇൻകം ലെവലൊക്കെ നോക്കി മിസ്റ്റർ വരുൺ വളരെ ഹാപ്പി ആയിരുന്നു അല്ലേ? കാരണം അവൻ 50 ലക്ഷം അരുണ് കിട്ടുമ്പോൾ വരുണിൻ്റെ കയ്യിൽ 51 ലക്ഷം ടോട്ടൽ ഇൻകം ഉണ്ട്. സോ അപ്പോൾ ഒരു നാച്ചുറൽ ജസ്റ്റിസ് ആൻഡ് പ്രിൻസിപ്പിൾ അനുസരിച്ച് ഓക്കെ, എന്തായാലും ആർക്കാണോ കൂടുതൽ ഇൻകം ഉള്ളത് അവൻ്റെ കയ്യിലായിരിക്കണം കൂടുതൽ പൈസ ഉണ്ടാവേണ്ടത് അല്ലേ? ഒരു എന്താ പറയുക, ഒരു ജനറൽ നാച്ചുറൽ ജസ്റ്റിസ് ആണ്. ആരുടെ കയ്യിലാണോ കൂടുതൽ പൈസ ഉള്ളത് അവൻ ടാക്സ് കൊടുത്തതിന് ശേഷം അവൻ്റെ കയ്യിലാണ് എന്തുണ്ടാവേണ്ടത്, കൂടുതൽ പൈസ ഉണ്ടാവേണ്ടത്. കാരണം കൂടുതൽ ജനറേറ്റ് ചെയ്തവൻ്റെ കയ്യിൽ, അല്ലെങ്കിൽ കൂടുതൽ ഏൺ ചെയ്യുന്നവന് കൂടുതൽ പൈസ കയ്യിലുണ്ടാവണം. ഓക്കെ, കമ്പയർ ടു കുറവുള്ളതിന് വെച്ച് നോക്കുമ്പോൾ ഇവിടെ 50 ലക്ഷം രൂപ അരുൺ ഏൺ ചെയ്തപ്പോൾ 51 ലക്ഷം രൂപ വരുൺ ഏൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കയ്യിൽ ആരുടെ കയ്യിലാണ് കൂടുതൽ പൈസ ഉണ്ടാവേണ്ടത്, മിസ്റ്റർ വരുണിൻ്റെ കയ്യിലാണ്. പക്ഷെ എൻഡ് ഓഫ് ദി നമ്മൾ ടാക്സ് ഒക്കെ കൊടുത്തതിന് ശേഷം ആരുടെ കയ്യിലാണ് കൂടുതൽ പൈസ ഉള്ളത്, അരുണിൻ്റെ കയ്യിലാണ്. അരുണ് 36,87,500 രൂപ എന്തുണ്ട് അരുണിൻ്റെ കയ്യിൽ. നേരെ മറിച്ച് വരുണിൻ്റെ കയ്യിലോ 36,23,250 രൂപ. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു ഡിഫറൻസ് വന്ന് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയൊക്കെ രണ്ടുപേരും സെയിം ആണ് അല്ലേ? ഇവിടെയും സെയിം ആണ്, ഇവിടെയും വലിയ പ്രശ്നമില്ല. കാരണം ഇവിടെ 12 lakhs, ഇവിടെ 51 ലക്ഷം വന്നപ്പോൾ അതിൻ്റെ ഒരു 30% കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വലിയ ഇതില്ല. കാരണം 1 ലക്ഷം കൂടിയതുകൊണ്ട് ആ 1 ലക്ഷത്തിൻ്റെ എത്ര കൊടുത്തു, 30%. ഓക്കെ, 1 ലക്ഷം രൂപ ഇൻകം കൂടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആരപേക്ഷിച്ച് അരുൺ അപേക്ഷിച്ച്. പക്ഷെ അതിന് 30,000 രൂപ നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് കൊടുത്തു. വലിയ പ്രശ്നമില്ല. then ഇവിടം വരെ ഓക്കെ. ഓക്കെ, ഈ ഒരു ലെവൽ ഡിഫറൻസ് എടുക്കുകയാണെങ്കിൽ 13,12,500 13,42,500 തമ്മിലെ വ്യത്യാസം ജസ്റ്റ് 30,000 രൂപയുള്ളൂ. അത് 1 ലക്ഷം രൂപ കൂടുതൽ കിട്ടിയപ്പോൾ 30,000 രൂപ കൊടുത്തതാണ്, അതുകൊണ്ട് നഷ്ടമൊന്നുമില്ല. പക്ഷെ അടുത്ത ലെവലിലോട്ട് നോക്കുമ്പോൾ ഈ ഒരു ലെവലിലൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിലെ ഡിഫറൻസ് എത്രയുണ്ട്, 14,76,750 മൈനസ് 13,12,500 എത്ര, 1,64,250. സോ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റിയോട്ട് വന്നപ്പോൾ എത്ര വ്യത്യാസം വന്നു, 1,64,250 രൂപ വന്നു. ദാറ്റ് മീൻസ് 1 ലക്ഷം രൂപയെ ആകെ എന്ത് വന്നിട്ടുള്ളൂ, മിസ്റ്റർ അരുൺ അപേക്ഷിച്ച് വരുണിൻ്റെ കയ്യിൽ ആകെ 1 ലക്ഷം രൂപയാണ് എക്സ്ട്രാ വന്നിട്ടുള്ളത്. പക്ഷേ വരുൺ ആ 1 ലക്ഷം രൂപ എക്സ്ട്രാ വന്നതിന് 1,64,250 രൂപ എക്സ്ട്രാ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ഇത് എന്തിൻ്റെ ഇമ്പാക്റ്റ് ആണ്, സർചാർജിൻ്റെ ഇമ്പാക്റ്റ് ആണ്. കാരണം മിസ്റ്റർ അരുൺ എന്തുണ്ടായില്ല, സർചാർജ് ഉണ്ടായില്ല. നേരെ മറിച്ച് മിസ്റ്റർ വരുൺ എന്ത് വന്നു, സർചാർജ് വന്നിരുന്നു. ആ സർചാർജിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഫോർ 1 lakh എക്സ്ട്രാ ഇൻകം. ഓക്കെ, 1 ലക്ഷം രൂപ എക്സ്ട്രാ ഇൻകം വന്നപ്പോൾ ടോട്ടൽ ടാക്സ് ലൈബിലിറ്റിയിൽ 1,64,250 രൂപ എന്ത് വന്നു, ടാക്സ് കൂടുതലായിട്ട് വന്നു. അത് സഹിക്കാൻ പറ്റുന്നതാണോ, അല്ല. അവിടെയാണ് ഗവൺമെൻറ് എന്ത് ചെയ്തത്, ഒരു മാർജിനൽ റിലീഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഈ ഒരു പോയിന്റിലാണ് ഗവൺമെൻറ് മാർജിനൽ റിലീഫ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ ഒരു കോൺസെപ്റ്റിൽ ഗവൺമെൻറ് പറയുന്നത് യുവർ ഇൻക്രീസ് ഇൻ ടാക്സ് കനോട്ട് എക്സീഡ് ഇൻക്രീസ് ഇൻ ഇൻകം. ഓക്കെ, സോ നിങ്ങളുടെ ടാക്സിലുണ്ടാവുന്ന ഇൻക്രീസ്
ഓക്കെ, എന്തിനേക്കാൾ കൂടാൻ പാടില്ല? ഇൻകത്തിലുണ്ടാവുന്ന ഇൻക്രീസിനേക്കാൾ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാനായിട്ട് പാടില്ല. ഓക്കെ, സോ സിംപ്ലി പറയുമ്പോൾ സോ ഇൻക്രീസ് ഇൻ ടാക്സ് cannot exceed increase in income. ഓക്കെ, അപ്പോൾ ഇൻകം എത്ര കൂടിയിട്ടുണ്ടാവും? അതിനേക്കാൾ കൂടാൻ പാടില്ല എക്സ്ട്രാ വന്ന ടാക്സ് എന്നുള്ളത്. ഓക്കെ, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് ടാക്സ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് പറയാണ് സോ പേടിക്കേണ്ട, വിഷമിക്കേണ്ട, ഞങ്ങൾ ആ ഒരു ഇൻക്രീസ് എക്സ്ട്രാ എത്രയാണോ പ്രശ്നം വന്നത് അത് ഞങ്ങൾ എന്തായിട്ട് തരാം? റിലീഫായിട്ട് നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ആയിട്ട് എന്ത് ചെയ്യാം? തരാം. നിങ്ങളുടെ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി നിങ്ങൾക്ക് അത് കുറയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്ത് നോക്കേണ്ടത്, നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോൺസെപ്റ്റ് ഓൾറെഡി മാർജിനൽ റിലീഫ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇവിടെ കാണാൻ പറ്റും. യെസ്, മാർജിനൽ റിലീഫ് ഓൺ സർചാർജ്. നോർമലി മാർജിനൽ റിലീഫ് അപ്ലിക്കബിൾ ആവുന്നത് സർചാർജ് വരുന്ന സിറ്റുവേഷൻസിലാണ്. സോ ഇൻ കേസ് അസസി ഇൻകം എക്സീഡ്സ് 50 lakhs അല്ലെങ്കിൽ 1 crore, ഇങ്ങനെ ഇത്ര കേസുകളിലൊക്കെയാണ് നമുക്കറിയുന്നത് എന്ത് സർചാർജ് വരുന്നത്. ആ സർചാർജ് വരുന്ന സമയത്ത് സോ ഒരു ഫോർമുല കൊടുത്തിട്ട് തൽക്കാലം ഈ ഒരു ഫോർമുല വിട്ടേക്കാം. എനിക്ക് നമ്മൾ കോൺസെപ്ച്വലി നമുക്ക് ഡിസ്കസ് ചെയ്ത് കാര്യം മനസ്സിലാക്കിയിട്ട് മാത്രം ഫോർമുലയിലോട്ട് വരാം. അപ്പോൾ മാർജിൻ റിലീഫ് എപ്പോഴാണ് വരുന്നത്? സർചാർജിൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് ഇൻകത്തിനേക്കാൾ കൂടുതൽ. ഓക്കെ, സോ ഒരു പർട്ടിക്കുലർ ലെവൽ ഇൻകം കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്? സർചാർജ് വരുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ഇൻകം എത്രയാണോ എക്സ്ട്രാ വന്നത് അതിനേക്കാൾ കൂടുതൽ എന്ത് വരാണ്? ടാക്സ് ലയബിലിറ്റി വരാണ് ബിക്കോസ് ഓഫ് സർചാർജിൻ്റെ ഇമ്പാക്റ്റിൽ. അത്തരം സിറ്റുവേഷൻസിൽ ഗവൺമെൻറ് നിങ്ങൾക്ക് എന്ത് തരും? ഒരു ടാക്സിൽ നിന്ന് ഡിസ്കൗണ്ട് തരും. ആ ഡിസ്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സർചാർജ് എന്ന് വിളിക്കുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ആദ്യം ഇൻക്രീസ് ഇൻ ടാക്സ്. ഓക്കെ, ഇൻക്രീസിങ് ടാക്സ് എത്രയാണെന്ന് നോക്കാം. ഇൻക്രീസ് ഇൻ ടാക്സ് എത്രയാണ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തു. അരുണെ അപേക്ഷിച്ചിട്ട് വരേണ്ട കയ്യിൽ എത്രയുണ്ട്? 1,64,250 രൂപ ഇൻക്രീസ് ഇൻ ടാക്സ്. 1,64,250. അപ്പോൾ ഇൻക്രീസ് ഇൻ ടാക്സ് 1,64,250. ദെൻ വാട്ട് ഈസ് ഇൻക്രീസ് ഇൻ ഇൻകം? ഇൻക്രീസ് ഇൻ ഇൻകം അരുണെ അപേക്ഷിച്ച് വരേണ്ട കയ്യിൽ എത്രയാണ് ഇൻക്രീസ് ഇൻ ഇൻകം ഉള്ളത്? 1 lakh. ഡിഫറൻസ് എടുക്കും. സോ എത്രയാണോ ടാക്സിലുണ്ടായ ഇൻക്രീസ് 1,64,000, എത്രയാണ് ഇൻകത്തിലുണ്ടായ ഇൻക്രീസ്? 1,00,000. സോ ഡിഫറൻസ് 64,250. ഇവിടെ ഈ എമൗണ്ട് റിലീഫ് കിട്ടുമല്ലോ, കാരണം ഇൻക്രീസ് ഇൻ ടാക്സ് ഏതിനേക്കാൾ കൂടുതലാണ്? ഇൻകത്തിനേക്കാൾ കൂടുതലാണ്. ഇൻകം 1 lakh ഇൻക്രീസ് ആയിട്ടുള്ളൂ, ടാക്സ് 1,64,250 എന്ത് ചെയ്തു? ഇൻക്രീസ് ആയിട്ടുണ്ടെങ്കിൽ സോ ഇൻക്രീസ് ഇൻ ഇൻകത്തിനേക്കാൾ മുകളിലാണ് എന്ത്? ഇൻക്രീസ് ഇൻ ടാക്സ്. ദെർഫോർ ആ ഡിഫറൻസ് എമൗണ്ട് എത്രയാണോ ഇൻകത്തിനേക്കാൾ മുകളിൽ ടാക്സ് വന്നിട്ടുള്ളത് ആ ഒരു ഡിഫറൻസ് എമൗണ്ട് നിങ്ങൾക്ക് എന്തായിട്ട് കിട്ടും? മാർജിനൽ റിലീഫായിട്ട് കിട്ടും. മാർജിനൽ റിലീഫ്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ 64,250 രൂപ മിസ്റ്റർ വരുണ് എന്ത് പേരിൽ കിട്ടും? സർചാർജ് കണ്ടതിന് ശേഷമുള്ള ടോട്ടൽ ടാക്സിൽ നിന്ന് നമുക്ക് എന്തായിട്ട് മൈനസ് ചെയ്യാം? മാർജിനൽ റിലീഫായിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, സോ മൈനസ് മാർജിനൽ റിലീഫ് 64,250 which is equal to 14,76,750 മൈനസ് 64,250 which is equal to 14,12,500. 14,12,500. So this will be the ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി. ഓക്കെ, സോ മിസ്റ്റർ വരുണിൻ്റെ ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കും? 14,12,500 രൂപയായിരിക്കും എന്ത്? ടോട്ടൽ ഇൻകം ടാക്സ് ലയബിലിറ്റി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് എന്ത്? മാർജിനൽ റിലീഫ്. ഓക്കെ, അപ്പോൾ മാർജിനൽ റിലീഫ് എപ്പോഴാണ് വരുന്നത്? നിങ്ങൾ സർചാർജ് അപ്ലിക്കബിൾ ആവുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു സർചാർജ് അപ്ലിക്കബിൾ ആയത് ഒരു പർട്ടിക്കുലർ ലെവലിന് മുകളിൽ ഇൻകം വന്നതുകൊണ്ടാണ്. പക്ഷെ ആ ഇൻക്രീസ് ഇൻ ഇൻകം അതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ ആ ഏത് കാരണം കൊണ്ടാണോ, എത്ര ഇൻകം കൊണ്ടാണോ നിങ്ങൾക്ക് സർചാർജ് എന്നുള്ളൊരു അപ്ലിക്കബിലിറ്റി വന്നത്
ആ ഒരു ഇൻകത്തിനേക്കാൾ കൂടുതൽ എന്ത് വന്നു, ടാക്സിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായി ബിക്കോസ് ഓഫ് സർചാർജ്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് ആ ഒരു എക്സ്ട്രാ ആ ഒരു അഡീഷണൽ ഇമ്പാക്റ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഡിസ്കൗണ്ട് ആയിട്ട് മാർജിനൽ റിലീഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാണ് തരാണ്. അത് നമുക്ക് ടോട്ടൽ ടാക്സ് ലയബിലിറ്റിയിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഉള്ള എമൗണ്ട് മാത്രം എന്ത് കൊടുത്താൽ മതി, ടാക്സ് കൊടുത്താൽ മതി. ഇവിടെ ഈ ഒരു ടാക്സ് ലയബിലിറ്റി ഫൈനൽ നമ്മൾ ഡിറ്റർമിൻ ചെയ്തതിൽ ചെറിയൊരു ലിങ്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു കണക്ഷൻ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും. ആ കണക്ഷൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കാം, 50 ലക്ഷം രൂപയ്ക്ക് നമുക്ക് എത്രയാണോ ടാക്സ് വന്നത്, 50 ലക്ഷം രൂപയ്ക്ക് എത്രയാണ് ടാക്സ് വന്നത്, 13,12,500 അല്ലേ. സോ 13,12,500 നമ്മൾ സിമ്പിൾ ലാംഗ്വേജിൽ നമ്മൾ കോമൺ സെൻസിൽ പഠിക്കാൻ ശ്രദ്ധിക്കുക. സോ 50 ലക്ഷം രൂപയ്ക്ക് സർചാർജ് ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് 50 ലക്ഷം രൂപയ്ക്ക് എത്രയാണ് ടാക്സ് വന്നത്, 13,12,500 രൂപ. ദെൻ മിസ്റ്റർ വരുണിൻ്റെ ഇൻകം 51 ലക്ഷമായപ്പോൾ 1 ലക്ഷം എക്സ്ട്രാ വന്നപ്പോൾ ടോട്ടൽ ടാക്സ് ലയബിലിറ്റി എത്ര വന്നു, 14,76,750 അഥവാ 1,64,250. സോ നിങ്ങളാണ് ഈ സിറ്റുവേഷൻ എന്ന് വിചാരിക്കുക, നിങ്ങൾ ഗവൺമെൻറ്റിനോട് സംസാരിക്കുമെങ്കിൽ എങ്ങനെയായിരിക്കും സംസാരിക്കുക, ഗവൺമെൻറ് എനിക്ക് ആകെ 1 ലക്ഷം രൂപ എന്തേ ഉള്ളൂ, അവനെ അപേക്ഷിച്ച് എനിക്ക് ആകെ 1 ലക്ഷം വന്നുള്ളൂ. ഓക്കെ, ആ 1 ലക്ഷം വന്നതിന് എൻ്റെ നിങ്ങൾ എത്ര വാങ്ങിച്ചു, 1,64 വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 64,000 കയ്യിൽ നിന്ന് വെക്കണ്ടേ, മോശമല്ലേ. എനിക്ക് 1 ലക്ഷം രൂപയാണ് എൻ്റെ വരുമാനമുള്ളത്, അവനേക്കാൾ കൂടുതൽ. ഓക്കെ, ഞാൻ അതിനു വേണ്ടി ഞാൻ 1,64,250 രൂപ എന്തടക്കണം, ടാക്സ് അടക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്. സോ അപ്പോൾ 64,000 രൂപ ഞാൻ എന്ത് ചെയ്യണം, അതിനുവേണ്ടി വേറെ എക്സ്ട്രാ ഞാൻ എന്ത് ചെയ്യണം, കൊണ്ടുവരണ്ടേ. ഒരു കാര്യം ചെയ്യ്, എത്രയാണോ ആ എക്സ്ട്രാ വന്ന് ആ എമൗണ്ട് മുഴുവൻ ഞാൻ അങ്ങോട്ട് തരാം. എനിക്ക് 1 ലക്ഷം രൂപ അല്ല അവനേക്കാൾ കൂടുതലുള്ളത്, ആ 1 ലക്ഷം മുഴുവൻ ഞാൻ അങ്ങോട്ട് തരാം. സമാധാനമായില്ലേ. ഓക്കെ, സോ അവനും ഞാൻ തമ്മിൽ വ്യത്യാസം എന്തായിരുന്നു, ജസ്റ്റ് 1 lakh. ഓക്കെ, അവൻ 50 ലക്ഷം ഉണ്ട്, എനിക്ക് 51 ലക്ഷം ഉണ്ട്. ആ 1 ലക്ഷം രൂപ എനിക്ക് കൂടുതലായതല്ലേ പ്രശ്നം. ആ 1 ലക്ഷം രൂപ ഞാൻ മുഴുവൻ അങ്ങോട്ട് തന്നേക്കാം, 64,250 ഒന്ന് ഒഴിവാക്കിയേക്ക്. ഓക്കെ, സോ അതേ അങ്ങനെ നമ്മൾ പറയുള്ളൂ അല്ലേ. അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. മിസ്റ്റർ അരുൺ 50 ലക്ഷത്തിന് എത്ര കൊടുക്കും, 13,12,500 രൂപ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ആ എക്സ്ട്രാ കിട്ടിയതുണ്ടല്ലോ അത് അങ്ങോട്ട് വിട്ടു കൊടുക്കും. ദാറ്റ് ഈസ് എത്ര എക്സ്ട്രാ 1 lakh അല്ലേ. ആ 13,12,500 കൂടെ 1 lakh ഒന്ന് ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ആ ഫിഗറിലേക്ക് എടുക്കുന്ന 14,12,500 കണക്ഷൻ കാണുന്നുണ്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രണ്ടായിട്ടുള്ള മിസ്റ്റർ അരുണ് 50 ലക്ഷത്തിൻ്റെ മുകളിൽ വന്ന ടാക്സ് എത്രയാണോ അത് 13,12,500. അവന് സർചാർജ് ഇല്ല, നമുക്ക് 51 ലക്ഷം വന്നത് കൊണ്ട് എന്ത് വന്നു, സർചാർജ് വന്നു. അതിന് കാരണം ആ 1 lakh ആണ്. ആ 1 lakh വന്നതുകൊണ്ട് നമുക്ക് ശരിക്കുള്ള നോർമൽ ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,64,000 എന്ത് വരുന്നുണ്ട്, ടാക്സ് വരുന്നുണ്ട്. അപ്പോൾ കയ്യിൽ നിന്ന് 64,000 കൊണ്ടുവരണം. നമ്മൾ പറയുകയാണെങ്കിൽ ഗവൺമെൻറ്റിനോട് ഒരു കാര്യം ചെയ്യും, എന്തുകൊണ്ടാണോ സർചാർജ് വന്നത് ആ 1 lakh കൂടിയതുകൊണ്ടല്ലേ, അത് മുഴുവൻ ഞാൻ അങ്ങോട്ട് തന്നേക്കാം. അപ്പോൾ അരുണിൻ്റെ ടാക്സും അരുൺ എത്രയാണ് കൊടുത്തത് അത് ഞാനും തരാം. എനിക്ക് അരുൺ എത്രയാണ് അത് ഞാനും തരാം, 13,12,500. പിന്നെ എനിക്ക് എക്സ്ട്രാ വന്ന് എനിക്കുണ്ടാകും അത് മുഴുവൻ തരാം. ദാറ്റ് ഈസ് 13,12,500 പ്ലസ് 1 ലക്ഷം രൂപ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദെൻ ടോട്ടൽ എമൗണ്ട് എത്രയായിരിക്കും, 14,12,500. സോ 13,12,500 പ്ലസ് 1 ലക്ഷം 14,12,500. അതാണല്ലോ നിങ്ങളുടെ ടോട്ടൽ ലയബിലിറ്റി ആഫ്റ്റർ അഡ്ജസ്റ്റിംഗ് മാർജിനൽ റിലീഫ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ആ കണക്ഷൻ എന്ത് ചെയ്യാം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എങ്ങനെയാണ് മാർജിനൽ റിലീഫിൻ്റെ കോൺസെപ്റ്റ് ഒന്ന് ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഈ ഒരു കോൺസെപ്റ്റ് ദാറ്റ് ഈസ് ഇൻക്രീസ് ഇൻ ടാക്സ് അതുപോലെ ഇൻക്രീസ് ഇൻ ഇൻകം, അതിൻ്റെ ഡിഫറൻസ് എടുത്തിട്ട് ആ ഒരു എമൗണ്ട് ആയിരിക്കും നമ്മളെ മാർജിനൽ റിലീഫ്. ഓക്കെ, അപ്പോൾ ചെറിയൊരു ധാരണ എന്ന് വിചാരിക്കും. നമ്മൾ മാർജിനൽ റിലീഫിൻ്റെ അത്യാവശ്യം നമ്മൾ 5-10 ക്വസ്റ്റ്യൻസോളം നമ്മൾ ചെയ്യുന്നുണ്ട്, സർചാർജ് മാർജിനൽ റിലീഫായിട്ട്. കൂടുതൽ ക്ലാരിറ്റി അടുത്തടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് കൊണ്ടുവരാം. തൽക്കാലം ഈ ഒരു കോൺസെപ്റ്റുകളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക എന്താണ് മാർജിനൽ റിലീഫ് എന്നുള്ളത്. ദെൻ അത് എന്തുകൊണ്ട് എപ്പോൾ വരുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള കൂടുതൽ ക്ലാരിറ്റി നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ.